അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ശരണം വിളിയുടെ ശംഖൊലി കേട്ടുണരൂ, ഷടാക്ഷരമന്ത്ര പൊരുളേ. ബ്രഹ്മതേജസ് വിടരും താവക സന്നിധാനം ശരണം. നിൻ ദർശന ഭാഗ്യം തരണം, നിൻ ദർശന ഭാഗ്യം തരണം. ശരണം വിളിയുടെ ശംഖൊലി കേട്ടുണരൂ, ഷടാക്ഷരമന്ത്ര പൊരുളേ. സംസാര ദുഃഖവും മുജ്ജന്മ പാപവും ഇരുമുടിക്കെട്ടായി ശിരസിലേറ്റി. 1000 വർണ്ണങ്ങൾ ഒരുമിച്ചു ചേരുന്നു എരുമേലി വാവരുടെ തിരുനടയിൽ. മനം പേട്ട തുള്ളുന്നു തവനടയിൽ, മനം പേട്ട തുള്ളുന്നു തിരുനടയിൽ. ശരണം വിളിയെ ശംഖൊലി കേട്ടുണരൂ, ഷടാക്ഷരമന്ത്ര പൊരുളേ. അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ ശരണം അയ്യപ്പ. അഴുതയിൽ കുളിച്ചു കരിമല കയറുന്നു കലിയുഗ ദുഃഖങ്ങൾ ശരണമയ്യപ്പ. പമ്പയിൽ മുങ്ങുന്ന മനസ്സിൽ വിരിയുന്നു പരമ്പൊരുളേ നിൻ മന്ദസ്മിതം. പമ്പാവാസന്റെ മന്ദസ്മിതം, ശബരിഗിരീശന്റെ മന്ത്രാക്ഷരം. ശരണം വിളിയുടെ ശംഖൊലി കേട്ടുണരൂ, ഷടാക്ഷരമന്ത്ര പൊരുളേ. അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ ശരണം അയ്യപ്പ. കർപ്പൂര ദീപങ്ങൾ തൊഴുതു നിൽക്കും നിൻ തത്വസോപാനങ്ങൾ നിൻ തിരുനടയിൽ തൊഴുതുണരുമ്പോ തിരുവാഭരണം ചാർത്തിയ രൂപം കൺമുന്നിൽ തെളിയണം ദേവദേവ. കർപ്പൂരപ്രിയനേ മണികണ്ഠ, ശരണം വിളിയുടെ ശംഖൊലി കേട്ടുണരൂ, ഷടാക്ഷരമന്ത്ര പൊരുളേ. ബ്രഹ്മതേജസ് വിടരും താവക സന്നിധാനം ശരണം. നിൻ ദർശന ഭാഗ്യം തരണം, നിൻ ദർശന ഭാഗ്യം തരണം. അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ ശരണം അയ്യപ്പ. അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ ശരണം അയ്യപ്പ. അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ ശരണം അയ്യപ്പ. അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ. ഈ അയ്യപ്പന്റെ ജീവിത സന്ദേശം പരസ്പര മൈത്രിയും ജാതിമത ചിന്തകൾ കൂടാതെ ഏകോദര സഹോദരത്വേനയുള്ള ജീവിതവുമാണ്. ഇന്നും എന്നും മനുഷ്യരാശിയുടെ പുരോഗമനത്തിന് ഈ സമഭാവന ആവശ്യവുമാണ്. ഈ അനർഘമായ ആശയത്തിന്റെ പ്രോക്താവായ ശ്രീ അയ്യപ്പന്റെയും സന്തത സഹചാരിയായ വാവരുടെയും സമ്പൂർണ്ണ ജീവചരിത്രം
ഭക്തജനങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. ശിവായ ഗൗരീ വദനാബ്ജവൃന്ദ സൂര്യായ ദക്ഷാധ്വരനാശനായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ. വസിഷ്ഠകുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമഃ ശിവായ. യക്ഷസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. ഭഗവാനെ, എന്റെ മണികണ്ഠനെ ഗുരുകുലത്തിലേക്ക് അയക്കാനുള്ള സമയം കുമാരനെ അടിയൻ ഇന്ന് വരെ പിരിഞ്ഞിരുന്നിട്ടില്ല. കുറച്ചു നാളത്തേക്കെങ്കിലും എന്റെ ഉണ്ണിയെ പിരിഞ്ഞിരിക്കുന്നതിന്റെ ദുഃഖം സഹിക്കാനുള്ള ശക്തി എന്റെ പരദേവരെ മഹേശ്വര അവിടുന്ന് അടിയന് തരയണമേ. രാജൻ, സംശയിക്കണ്ട. ലക്ഷണമൊത്ത കുഞ്ഞാണ്. മണികണ്ഠൻ എന്ന് പേരിട്ട് അങ്ങയുടെ പുത്രനായി വളർത്തിക്കൊള്ളു. അങ്ങയുടെ ശ്രേയസ്സുകൾക്കെല്ലാം ഇവൻ നിദാനമായിരിക്കും. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം. മണികണ്ഠ, ഉണ്ണി, ഭഗവാനെ.
അപ്പന് പോകാനുള്ള സമയമായി. അപ്പയെ പിരിയണമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഈയുള്ളവൾക്കും നല്ല വിഷമമുണ്ട്. പക്ഷേ കുമാരനെ ഗുരുകുലത്തിലേക്ക് അയക്കുന്നതല്ലേ ആചാരം. ആ, ശരിയാണ്. എന്നാലും അപ്പയെ ഇടയ്ക്കിടയ്ക്ക് ഗുരുകുലത്തിൽ നിന്നും കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ പ്രത്യേക ഏർപ്പാടുകൾ ഉണ്ടാവണം. അടിയൻ എല്ലാ ഏർപ്പാടാക്കുന്നുണ്ട്. അമ്മ കരയാണെങ്കിൽ ഞാൻ ഗുരുകുലത്തിലേക്ക് പോവാനില്ല. ഇല്ല, അമ്മ കരയില്ല. ഉണ്ണിപ്പോയി സകല വിദ്യകളും അഭ്യസിച്ച് മിടുക്കനായി തിരിച്ചു വരണം. ഇനി വൈകണ്ട, പുറപ്പെട്ടോളൂ. അല്ലാഹു അക്ബർ അല്ലാഹ്. ഹുസൂർ, നിലയ്ക്കൽ ഗ്രാമത്തിൽ നിന്നാണ്. ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ മറവപ്പട കൊള്ളയടിച്ചു കൊണ്ടുപോയി. പ്രായമായ ഒരു മകളുണ്ട്. എങ്ങനെ ജീവിക്കണമെന്ന് ഒരു നിശ്ചയമില്ലേ. ഉമ്മർ, ഹുസൂർ, മകളുടെ കല്യാണമാകുമ്പോ ഇവിടെ വന്ന് പറഞ്ഞാൽ മതി. ആ ചെലവ് ഇവിടെ നടത്തിക്കൊള്ളാം. തൽക്കാലം ഇതിരിക്കട്ടെ. ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്. എന്റെ ജാതിയിലുള്ളവർ എന്നെ എന്റെ മകളെയും സഹായിച്ചില്ല. അങ്ങേക്ക് ഈ ഒരു മനസ്ഥിതി തോന്നിയല്ലോ. ജാതി മതവും നോക്കിയിട്ടല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം. മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയാണ് പടച്ചവൻ നമ്മൾ ഈ ഭൂമിയിലേക്ക് വിടുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യണം. ജീവനുള്ള കാലം ഈ ഉപകാരം മറക്കില്ല. ഈശ്വരൻ അങ്ങേ രക്ഷിക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോ ഇവിടെ വരാൻ മറക്കണ്ട. ഉമാർ, ഹുസൂർ. പണ്ടകശാലയ്ക്ക് എപ്പോഴും നല്ല കാവലില്ലേ? ഉണ്ട്. കൊള്ളക്കാർ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ എപ്പോഴും നല്ല കരുതലോടിരിക്കണം. അത് കൊള്ളാം. അവന്മാർക്ക് നമ്മുടെ അടുത്തെങ്ങും വരാൻ പറ്റില്ല എന്ന് വിചാരിക്കണ്ട. മറവപ്പട എന്തിനും പോരുന്നവരാണ്. മറുവപ്പടനായ കാളിയപ്പരെ വന്നാലും വന്നാലും വണക്കം. അമരുങ്കൾ. ഉദയനമന്ന, നന്ദി. കാളിയപ്പരെ, ഈ പ്രാവശ്യത്തെ യാത്ര നമുക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കി. മാവേലിക്കരയിലെ കൊച്ചു തമ്പുരാട്ടി അത് വിലമതിക്കാൻ കഴിയാത്തതാണ്. താങ്കൾക്ക് പൊന്നിനേക്കാൾ ആശ പെൺകളോടാണല്ലോ, അതും കന്നിപ്പെൺകൾ. ഇതോ എൻ അൻപളിപ്പ്, ഏറ്റുകൊള്ളുങ്ങൾ.
ഈ ഭൂമിയിൽ മടുക്കാത്ത ഒരേ ഒരു കാര്യം ഉദയൻ ഇത് മാത്രമാണ്. നിങ്ങൾക്ക് പൊന്നെന്ന പോലെ എനിക്ക് പെൺമണികളും. ശരി, ഞാൻ വരുகிறேன். ശരി, അടുത്ത പടയെടുപ്പ് എപ്പോത്? കാളിയപ്പരെ, പറയുന്നതിൽ പരിഭവിക്കരുത്. ഇനി ഉദയൻ ഈ കൊള്ളയും കൊലയും അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഏതിന്റെ മാറ്റം? തലമുറകൾക്കുള്ളത് ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ടത് ഫലം. കൊള്ളക്കാരൻ എന്ന പേരിൽ എനിക്ക് മിച്ചം. അത് മാറ്റണം. ഒന്നും പുരിയവില്ലയേ. ഏതെങ്കിലും ഒരു രാജകുടുംബവുമായി എനിക്ക് ബന്ധപ്പെടണം. അത് മുടിയുമാ? എന്തുകൊണ്ട് സാധിക്കില്ല? എനിക്കെന്താണ് കുറവ്? കൊള്ളൈക്കാരൻ എன்ற പേർ ഒരു കുറയല്ലവാ? അത് മാറ്റിയെടുക്കലാണ് ഇനിയത്തെ പരിശ്രമം. ഒരു രാജകുടുംബത്തെ തമ്പുരാട്ടിയെ ഞാൻ വിവാഹം കഴിക്കും. പിന്നെ അയൽ രാജ്യങ്ങൾ ഞാൻ കീഴടക്കും. മലയ്ക്കും കടലിനും ഇടയ്ക്കല്ല സർവ്വരാജ്യങ്ങളുടെ ആധിപത്യം ഞാൻ പിടിച്ചെടുക്കും. അതിനെന്നെ സഹായിക്കാൻ കാളിയപ്പർക്ക് കഴിയുമോ? അപാരമാണ് തിട്ടം. ആനാൽ എന്താ? ഉദയനൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല കാളിയപ്പരെ. உதயனமன்னா, அப்படி ஒரு ஆசை உங்களுக்கு இருந்தால் அதை முடித்துக் கொடுக்க வேண்டிய பொறுப்பு என்னுடையதுதான். ഇത് വിശ്വസിക്കാമോ? இந்த காளியப்பன் நம்பிக்கை துரோகி இல்லை. ஆனால் உதயன் இந்த நாட்டுக்கு அரசனாவதற்கு முன் இன்னும் சில கொள்ளைகள் தேவை. அதற்கு பின் உங்கள் ஆசைகளை நிறைவேற்றி விடுகிறேன். മതി. ആവശ്യമുള്ള സ്വത്തുക്കൾ സംഭരിക്കും. പണപ്പിശാചുക്കളുടെ സമ്പാദ്യം മുഴുവൻ കവർന്നെടുക്കും. എങ്കിലേ അവരെന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റും. എന്നിട്ട് മതി എന്നെ സഹായിക്കൽ. പക്ഷെ ഒരു കാര്യം, നിലക്കൽ ഗ്രാമത്തിലെ കാവൽ ദൈവങ്ങളായ ശാസ്താ വിഗ്രഹങ്ങളെ ഒന്നൊന്നായി തച്ചുടയ്ക്കണം. ഇനി ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ വഴിതെറ്റി ഒരു കാട്ടിലെത്തിയിരിക്കുന്നു. പെട്ടെന്ന് ഒരാനയെ കണ്ടു. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഓടിപ്പോകും. ഞാനും ഓടും. നിങ്ങൾ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് ഓടും അല്ലേ? ഇല്ല, ആനയുടെ പുറത്തു കയറി സഞ്ചരിക്കും. മിടുക്കൻ. ഇനി വേറൊരു ചോദ്യം. നിങ്ങൾക്കെല്ലാം വെള്ളം കുടിക്കാൻ ദാഹിക്കും. എവിടെയും വെള്ളം കിട്ടാനില്ല. അപ്പോ ഒരു ചണ്ടാളം വരും. അയാളുടെ കയ്യിൽ വെള്ളമുണ്ട്. ചോദിച്ചാൽ അയാൾ തരും. നിങ്ങൾ എന്ത് ചെയ്യും? ചണ്ടാളിന്റെ വെള്ളം ഞാൻ കുടിക്കില്ല. എനിക്കും വേണ്ട. ചണ്ടാളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കില്ലേ? ഇല്ല ഇല്ല, ഞാൻ വെള്ളം വാങ്ങി കുടിക്കും. ചണ്ടാളനെ തൊടാൻ പാടുണ്ടോ? ചണ്ടാളനും മനുഷ്യനല്ലേ ഗുരു? മനുഷ്യരെല്ലാം ഒന്നാണ്. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാം. വഴിയിൽ ഒരാൾ മരിക്കാറായി കിടക്കും. അയാൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്ന് അച്ഛനോട് പറയും. മണികണ്ഠൻ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം കൊണ്ടുവന്നു, പിന്നെ ദൈവനാമം ചൊല്ലി കേൾപ്പിക്കും. മകനെ മണികണ്ഠ, ഈ പ്രായത്തിൽ ആർക്കും തോന്നാത്ത ബുദ്ധിയാണല്ലോ എന്റെ മണികണ്ഠനുള്ളത്. ധർമ്മശാസ്താവേ, എന്നെ കാത്തുരക്ഷിക്കണമേ. നിലയ്ക്കൽ ഗ്രാമക്കാരുടെ കാവൽ ദൈവമേ, ഈ ക്ഷേത്രം തകർത്ത് എന്നും ഞങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടന്മാരിൽ നിന്നും ഭഗവാനെ, ശ്രീഭൂതനാഥ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഒരു ശാസ്താവും നിന്നെ രക്ഷിക്കാൻ വരില്ല. ശാസ്താവിന്റെ പേർ ഈ ഗ്രാമത്തിൽ ആരെങ്കിലും ചൊല്ലുന്നത് കേട്ടാൽ നാവരിഞ്ഞ് കൈകാലടിച്ചൊടിക്കാനാണ് കരിമലക്കോട്ടയിൽ നിന്നുള്ള കൽപ്പന. ജീവൻ അവശേഷിക്കുന്ന സമയം വരെ ധർമ്മശാസ്താവിന്റെ നാമം ചൊല്ലും. ആ സങ്കല്പത്തിൽ എന്നുവിടെ പൂക്കളും വെക്കും. ധിക്കാരമോ നിനക്ക്?
സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതം ശബരിഗിരിവരോ തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുദപാദാംഭോരുഹം ഭൂതനാഥം ശ്രുതിവിനുദപാദാംഭോരുഹം ഭൂതനാഥം ശ്രുതിവിനുദപാദാംഭോരുഹം ഭൂതനാഥം. ഗുരു നമുക്ക് പോകാം. കുമാര, ഈ സാധുവിനോട് പറയൂ, അവിടുന്ന് ആരാണ്? ഗുരു, ഞാൻ മണികണ്ഠനല്ലേ? ഭഗവാൻ, അങ്ങ് എന്നെ പരീക്ഷിക്കുകയാണ്. ദൈവം തൂണിലും തുരുമ്പിലും കുടികൊള്ളുന്നില്ലേ ഗുരു? വരൂ, നമുക്ക് പോകാം. ഗുരു, ഗുരു, ഉണ്ണി മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ട് വീണു. ഈശ്വര, ഈശ്വര ജഗദീശ്വര ഈശ്വര ജഗദീശ്വര ഈ വിളി കേൾക്കൂ സർവേശ്വര. ഈശ്വര ജഗദീശ്വര ഈ വിളി കേൾക്കൂ സർവേശ്വര. നോവെന്നാത്മാവിൻ രോദനം കേൾക്കൂ അഖിലേശ്വര. ഈശ്വര ജഗദീശ്വര. ൂഴിയെ തീർത്തതും ആഴിയെ തീർത്തതും അഴകുകൾ തീർത്തതും നീയേ. ൂഴിയെ തീർത്തതും ആഴിയെ തീർത്തതും അഴകുകൾ തീർത്തതും നീയേ. ഊമയായ അന്ധനായി എന്തിനു നീ എന്റെ ഉണ്ണിയെ മണ്ണിലയച്ചു. എന്നിൽ കണ്ണീർ നിറച്ചു. ഈശ്വര ജഗദീശ്വര. ഈശ്വര ജഗദീശ്വര. മണ്ണിൽ നിറഞ്ഞതും വിണ്ണിൽ നിറഞ്ഞതും എല്ലാം അറിഞ്ഞതും നീയേ. മണ്ണിൽ നിറഞ്ഞതും വിണ്ണിൽ നിറഞ്ഞതും എല്ലാം അറിഞ്ഞതും നീയേ. ഞാൻ നോക്കി നിൽക്കവേ എന്തിനു നീ എന്റെ ഉണ്ണിയെ അങ്ങു വിളിച്ചു. എന്നെ തമസിൽ വെടിഞ്ഞു. ഈശ്വര ജഗദീശ്വര. ഈശ്വര ജഗദീശ്വര ഈ വിളി
ഗുരു ഗുരു ഉണ്ണി ഉണ്ണി എന്റെ ഉണ്ണിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഈശ്വര, എന്റെ കുഞ്ഞുങ്ങളെ. ഞാൻ ഉണ്ണിയെ തിരികെ വന്നതാണ്. ഇപ്പൊ അടിയനെല്ലാം മനസ്സിലാക്കുന്നു. എന്തിനടിയനെ ഇനിയും പരീക്ഷിക്കണം? അങ്ങ് എല്ലാം അറിയുന്ന സർവജ്ഞനാണ്. വരൂ ഉണ്ണി. അവൻ മൂകനും ബദിരനുമാണെന്ന കാര്യം മറന്നു. അവനെ കാണുന്നത് തന്നെ എനിക്ക് വേദനയാണ്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, കാതുണ്ടെങ്കിലും കേൾക്കാത്ത, നാവുണ്ടെങ്കിലും സംസാരിക്കാത്ത അവനെ അങ്ങ് അനുഗ്രഹിക്കണം. എന്റെ ഉണ്ണിയെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. എനിക്കെങ്ങനെ കഴിയൂ? പണ്ട് ഋഷിമുഖാചലത്തിൽ വെച്ച് ഹനുമാൻ ചോദിച്ച അതേ ചോദ്യം അടിയനോട് ചോദിച്ച് എന്തിനെന്നെ സങ്കടപ്പെടുത്തുന്നു? അടിയന്റെ പരമ്പര അറ്റുപോകാതിരിക്കാൻ അങ്ങ് കനിയണമേ. കോട്ടിരവിപ്രഭം ത്രിനയനം ശീതാംശുഗംഗാധരം ദക്ഷാംഗ്രീസ്ഥിതവാമകുഞ്ചിതപദം ശാർദൂലചർമ്മോദ്യതം വന്യം ഡോലമധാഭയം ഡമരുകം വാമേ സ്ഥിതാം ശ്യാമളാം കൽഹാരാം ജപസൃക്ഷുകാം കടികരാം ദേവീം സഭേശീം സദാ. ഉണ്ണി ഉണ്ണി ഉണ്ണി, ഞാൻ വിളിച്ചെന്നെ വിളിക്കേക്കില്ലേ? ഉണ്ണി മണികണ്ഠൻ നിന്നെ വിളിച്ചോ? അച്ഛാ 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 അച്ഛാ. എന്റെ ഉണ്ണി സംസാരിക്കുന്നു. അവന് കാഴ്ച കിട്ടി. ഭഗവാനെ, 10 വർഷലാ. മനസ്സറിഞ്ഞ് വിളിച്ചാൽ അദ്ദേഹം കനിയാതിരിക്കില്ല ഗുരു. എല്ലാം ദയാലുവായ ഈശ്വരന്റെ അനുഗ്രഹമാണ്. നിലാവധിക്കുന്നതിന് മുമ്പ് ആക്രമണം കഴിഞ്ഞിരിക്കണം. നമ്മൾക്ക് പുറപ്പെട്ടാച്ചു. നമുക്ക് പുറപ്പെടാം. കാളിയപ്പുരം ഇത്ര വേഗം മടങ്ങിയെത്തി. നടക്കൂടാതെ നടന്നു വിട്ടതുമല്ല. എന്ത്? ഒരുവൻ നമുക്ക് തടയായി വന്നാൽ നമ്മളെ തടയാൻ നാട്ടുരാജാക്കന്മാർ. ആരാണവൻ? അരസനല്ല മന്ന, അവൻ പേര് വാവർ. വാവരോ? വാവർ അങ്ങനെ ഒരുത്തിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ. നാനും മുതലാകത്താണ് അവനെ സന്ധിച്ചത്. അമ്പലപ്പുഴയിലോ കായംകുളത്തോ പന്തളത്തോ നമ്മെ എതിർക്കുന്നവരാരും തന്നെ ഇല്ല. സാരമില്ല, വഴിയുണ്ടാക്കാം. കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ പാണ്ടിപ്പടയാണെന്നാണ് ആളുകളുടെ വിശ്വാസം. അത് നമുക്ക് തെറ്റിക്കാം. അതെപ്പടി? വാവരാണ് നീയത്തെ കൊള്ളക്കാരൻ. പുറിയവില്ലേ? നമ്മൾ കൊള്ളയടിക്കുന്നു, പക്ഷേ പേര് വാവർക്കായിരിക്കണം. ഭലേ ഭേഷ്. കാളിയപ്പനെ, എന്റെ വളരെ നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. നമ്മൾ വിജയിച്ചു. ഇനി നാട്ടുരാജാക്കന്മാർക്ക് സഹായത്തിന് ഈ അധികനം തന്നെ വേണ്ടിവരും. ഉദയനെ അറിയാമെന്നല്ലേ നീ പറഞ്ഞത്? ഇനി കുറച്ചുകൂടി അറിയാനുണ്ട്. കൊണ്ടുപോകാൻ രണ്ടിനി വിടടാ അവരെ. കേളു, അവരഴിച്ചുവിട. ഞാൻ പിടിച്ചു കിട്ടിയവരെ നീ അഴിച്ചുവിടാൻ കൽപ്പിക്കില്ല. നിനക്കവിടുത്തെ കാര്യം. ആരാണ് നീ? അതേ ചോദ്യം നമ്മളും ചോദിക്കുന്നു. ആരാണ് നീ? എതിർക്കാൻ ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി പെണ്ണുങ്ങളെ പിടിച്ചു വലിക്കുന്ന നീ ആണാണോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ ജാതിയും കുലവും ഏതവന്റെ മോനെന്നും നമുക്കറിയണ്ട. ഒന്നറിയാം,
നീ അന്തസ്സില്ലാത്തവനാണ്. പെണ്ണുങ്ങളുടെ മുമ്പിൽ മാത്രം നെഞ്ചു വിരിച്ചു കാട്ടുന്നവൻ. വാ, നേരിട്ട് വന്ന് വെല്ലുവിളിക്കുന്നവന്റെ മുമ്പിലേക്ക് ചങ്കുറപ്പോടെ വാ. കരിമലക്കോട്ടയിലെ ഉദയനാണ് ഞാൻ. കാട്ടുകള്ള, കൊള്ളക്കാരന്റെ മോനെ, അന്തസ്സില്ലാത്തവനെ. നമ്മള് വാവരാണ്, വാവർ. വാവര് കേട്ടിട്ടുണ്ട്, കണ്ടതിൽ സന്തോഷം. നിങ്ങളെപ്പോലെ ഒരുത്തരെ ചങ്ങാതിയായി സ്വീകരിക്കാൻ ഉദയന് താല്പര്യമേ ഉള്ളൂ. ചങ്ങാതിയോ? വാവർ നിനക്ക് ചങ്ങാതിയോ? കൊള്ള ചെയ്യുന്നവന്റെ ചങ്ങാതിയല്ല വാവർ, ശത്രുവാണ്. ആരാന്റെ പെണ്ണിനെ അപമാനിക്കുന്നവനെ അഭിനന്ദിക്കുന്നവനല്ല വാവർ, അടിച്ചെല്ലുടിക്കുന്നവനാണ്. ഓഹോ, അത്രയ്ക്ക് ധിക്കാരിയോ വാവൻ? എങ്കിൽ നമുക്കിനിയും കാണാം. ഓർമ്മിച്ചോ, ഈ കൊട്ടാരം ഞാൻ ഇടിച്ചു നിരത്തും. ഞാൻ ആഗ്രഹിച്ച പെണ്ണ് എന്റെ ഈ കയ്യിലിരിക്കും. ഇല്ല, വാവർ ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ഒരു പെണ്ണും അപമാനിതയാവില്ല. ഉഷുണ്ടെങ്കിൽ നീ മാറെടുക്ക്, കാണട്ടെ നിന്റെ വീര്യം. സമയമായിട്ടില്ല, വരണടാ. മരിക്കാൻ സമയമായിട്ടില്ല. അല്ല, നിന്നെ കൊല്ലാൻ സമയമായിട്ടില്ലെന്ന്. ഇനി നീ മരിക്കാനുള്ള ദിവസമായിരിക്കും അവരെ കാണുക. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നോക്കാൻ എപ്പോഴും വാവരുടെ ആൾക്കാരുടെ ഉണ്ടായിരിക്കും. നാട് മുഴുവൻ സഹായം തേടി നടന്ന എനിക്കുള്ള പ്രതിഫലം ഇതാണോ? നാളെ അവിടുത്തെ പ്രതിഷ്ഠ നടത്താൻ പോകുന്ന എനിക്ക് എന്തിനിത്ര വലിയ ശിക്ഷ നൽകി? എന്റെ മകളുടെ മംഗല്യസൂത്രം പൊട്ടിച്ചെറിയുടെ ആഗ്രഹമെങ്കിൽ ഭഗവാനെ, അത് തന്നെ നടക്കട്ടെ. ഭവാനി പേടിക്കരുത്, ഞാനില്ലേ. എന്ത് ചെയ്യാൻ മടിക്കാത്തവരാണ്. നാട്ടാചാരപ്രകാരം വിവാഹം കഴിഞ്ഞാൽ പെണ്ണിനെ മാടമ്പിയുടെ വീട്ടിലെത്തിക്കേണ്ടതാണ്. അത് നീ ചെയ്തില്ല. അതിനെനിക്ക് മനസ്സില്ല. ഞാൻ പുറകെ കൊടുത്ത പെണ്ണ് എന്നെ കൂടെ താമസിക്കും. ഇല്ല, ഇനി അതിന് താമസിക്കില്ല. ഭഗവാനെ കാത്തുകൊണ്ടെങ്കിൽ മരിണ്ടി വന്നാലും അത് നമ്മൾ ഒരുമിച്ചായിരിക്കും. ഈ ഭൂമിയിൽ ഒരു ദിവസം ജീവിച്ചാലും അത് അന്തസ്സോടെ ആയിരിക്കണം. അത്രയ്ക്കായി നിന്റെ അഹങ്കാരം. നിന്റെ കഥ ഇപ്പൊ കഴിച്ചു. അയ്യോ, എന്തിനാണ് നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത്? അമ്മേ, ആ ദുഷ്ടന്മാര് പോയോ മക്കളെ? അമ്മേ, അവരെന്നെ വെട്ടാൻ ഒങ്ങിയപ്പോൾ എവിടുന്ന് പാമ്പ് വന്നവരെ കടിച്ചു. അവർ ഓടിപ്പോയി. നമ്മളെ അഴിച്ചുവിട്ട ആ കുട്ടി എവിടെ? ഏത് കുട്ടി? വരും, കാണിച്ചു തരാം. ഇവിടുന്ന് കാണുന്നില്ല. എവിടെയാ പയ്യൻ? അവൻ എവിടെ പോയി? അവൻ മറ്റാരുമല്ല മക്കളെ, നിലയ്ക്കൽ ഗ്രാമത്തിലെ കാവൽ ദൈവമായ ധർമ്മശാസ്താവേ, അങ്ങടിയനെ കൈവെടിഞ്ഞില്ല. പ്രതിഷ്ഠാ സമയത്ത് ഞാൻ എന്റെ മക്കളെയും കൊണ്ടുവന്ന് അങ്ങയ്ക്ക് പൂജ അർപ്പിക്കാം. ധർമ്മശാസ്താവേ ധർമ്മശാസ്താവേ, ശ്രീധർമ്മശാസ്താവേ, തൊഴുകൈ നീട്ടും ഞങ്ങളിലെന്നും വന്നു വിളങ്ങണമേ. ശ്രീധർമ്മശാസ്താവേ, ശ്രീധർമ്മശാസ്താവേ. തമസുകൊണ്ട് പൊതിഞ്ഞൊരു ലോകം, കറുത്ത ചിറകുള്ളൊരു കാലം. തമസുകൊണ്ട് പൊതിഞ്ഞൊരു ലോകം, കറുത്ത ചിറകുള്ളൊരു കാലം. ഈ കലികാലത്തിൽ നീയല്ലാതെ ഭയം
കർപ്പൂരത്താൽ അഭിഷേകം നവനീതത്താൽ അഭിഷേകം ഭക്തപാലകൻ അഭിഷേകം മുക്തിദായകൻ അഭിഷേകം മുക്തിദായകൻ അഭിഷേകം ധർമ്മശാസ്താവേ ശ്രീധർമ്മശാസ്താവേ തൊഴുകൈനീട്ടും ഞങ്ങളിലെന്നും വന്നു വിളങ്ങണമേ ശ്രീധർമ്മശാസ്താവേ ധർമ്മശാസ്താവേ പോലെ തെളിഞ്ഞൊരു രൂപം പത്മരാഗണിഞ്ഞൊരു പാദം ഉഷസ് പോലെ തെളിഞ്ഞൊരു രൂപം പത്മരാഗമണിഞ്ഞൊരു പാദം തൃപ്പാദം പണിയും ഞങ്ങൾക്കെന്നും അനുഗ്രഹമേകൂ ശാസ്താവേ കളഭം കൊണ്ടും അഭിഷേകം പനിനീർ കൊണ്ടും അഭിഷേകം ഭൂതനാഥനിൻ അഭിഷേകം സംക്രമവേളയിൽ അഭിഷേകം ഭൂതനാഥനിൻ അഭിഷേകം സംക്രമവേളയിൽ അഭിഷേകം ധർമ്മശാസ്താവേ ശ്രീധർമ്മശാസ്താവേ തൊഴുകൈ നീട്ടും ഞങ്ങളിലെന്നും വന്നു വിളങ്ങണമേ ശ്രീധർമ്മശാസ്താവേ ശ്രീധർമ്മശാസ്താവേ തൊഴുകൈ നീട്ടും ഞങ്ങളിലെന്നും വന്നു വിളങ്ങണമേ ശ്രീധർമ്മശാസ്താവേ ധർമ്മശാസ്താവേ ധർമ്മശാസ്താവേ കാത്തുരക്ഷിക്കണേ ധർമ്മശാസ്താവേ. ആ ദുഷ്ടന്മാർ ധർമ്മശാസ്താവിന്റെ വിഗ്രഹം തല്ലി തകർത്തെങ്കിലും പുനഃപ്രതിഷ്ഠ നടത്താൻ കഴിഞ്ഞല്ലോ. തൊഴുത് കഴിഞ്ഞാൽ ഇല്ലത്തേക്ക് വന്നോളൂ. ആഹാരം ഇന്ന് അവിടെ നിന്നാകാം. നടക്കാൻ തീരെ മേല. ഞാൻ എന്നെ ഈ തിരുവടികളിൽ സമർപ്പിച്ചിരിക്കുക. സാധിച്ചെങ്കിൽ വരാം. ശരി. ഭഗവാനെ, ഭക്തവത്സല, ഈ അഗതിക്ക് അവിടെ നല്ലാതെ ആരും തുണയില്ലേ. രക്ഷിക്കണേ കാരുണ്യമൂർത്തി, രക്ഷിക്കണേ. ധ്യായേദാനന്ദകന്ദം പരമഗുരുവരം ജ്ഞാനാദീക്ഷാകടാക്ഷം ഇൻമുദ്രം സത്സമാധിം സുകൃതിമനമനോമന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോത്തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുതപാദാംഭോരുഹം ഭൂതനാഥം ശ്രുതിവിനുതപാദാംഭോരുഹം ഭൂതനാഥം ശ്രുതിവിനുതപാദാംഭോരുഹം ഭൂതനാഥം. ഭഗവാനെ,
ധർമ്മശാസ്താവേ, താരകബ്രഹ്മമേ, ശ്രീഭൂതനാഥ, കാരുണ്യ സിന്ധു, നിന്തിരുവടിയേ ശരണം, നിന്തിരുവടിയേ ശരണം. ഞാൻ ആരാണെന്നറിയാമോ? നിങ്ങൾ ആരായാലും നമുക്കൊന്നുമില്ല. ഞാൻ കായംകുളം രാജാവിന്റെ പടനായകനാണ്. അറിഞ്ഞതേതായാലും നന്നായി. നിങ്ങൾ ചെയ്തത് രാജ്യദ്രോഹമാണ്. നിർത്ത്. ഞാൻ ചെയ്തത് രാജദ്രോഹം. കോട്ടനായകനെ കൊന്നതും മാടമ്പിയുടെ കൈവെട്ടിയതും രാജ്യദ്രോഹമല്ലാതെ? രാജാവ് ജനങ്ങളെ രക്ഷിക്കാൻ മറന്നുപോകുമ്പോ രക്ഷയ്ക്കുള്ള മാർഗം നമ്മൾ സ്വയം കണ്ടെത്തും. അതാണോ രാജ്യദ്രോഹം? രാജാവിന്റെ പ്രതിപുരുഷന് മുൻപിലാണ് നിൽക്കുന്നതെന്ന് മറക്കരുത്. നമ്മളെ രാജ്യഭാരം പഠിപ്പിക്കുന്നത് വാവരല്ല. നമുക്ക് നിങ്ങളുടെ വലിയ കാര്യമൊന്നും അറിയില്ല. കൊള്ളക്കാരനായ വാവരുടെ നിർത്ത്. അത് നമ്മുടെ പേരല്ല. ഇനി സൂക്ഷിച്ച് സംസാരിക്കുക. ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ നമ്മളെ അനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. ശക്തനാണെങ്കിൽ ശക്തിയോടെ തന്നെ ഞങ്ങൾ നേരിടും. നിങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ മേൽ ഒരു തരി മണ്ണ് പോലും നുള്ളിയിടാൻ സാധ്യമല്ല. ഒരു പ്രമാണി. അപ്പോ ഈ നാട്ടിൽ കൊള്ളയും കൊലയും നടത്തുന്നത് വാവരാണല്ലേ? അല്ല എന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ഞാനുണ്ട്. എന്നെ അവിടുന്ന് സഹായിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ കൊള്ളക്കാരനാണെന്ന് പറയുന്നവന്റെ നാവ് ഞാൻ പിടിച്ചെടുക്കും. ഒരു പെണ്ണിനോട് കാണിച്ച അക്രമങ്ങൾക്കെതിരായാണ് വാവർ കയ്യിൽ വാളെടുത്തത്. അത് നമ്മൾ മറക്കില്ല. തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ തന്റെ ഇടമുള്ളവരെയാണ് നമുക്ക് ആവശ്യം. ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്നേ വാവർ അടങ്ങിയിരിക്കൂ. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്നിരിക്കുന്ന ഈ മംഗള മുഹൂർത്തത്തിൽ നാം ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു. അയ്യപ്പനായിരിക്കണം ഇനി നാട് ഭരിക്കേണ്ടത്. രാജകുടുംബത്തിലെ മൂത്ത സന്താനം എന്ന നിലയ്ക്ക് നാം അയ്യപ്പനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നടപ്പില്ല. ഒരു കാട്ടാള ശിശുവിനെ ഈ നാടിന്റെ അധികാരിയെ കൽപ്പിക്കാൻ സാധ്യമല്ല. രാജാവാക്കാൻ കണ്ട ഒരാൾ, അവനാര്, ഏത് ജാതി, ഏത് കുലം? പൊന്നു തമ്പുരാൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ആരും വിചാരിച്ചില്ല. സ്വന്തം പുത്രനല്ലേ രാജരാജൻ, അതിനല്ലേ രാജ്യത്തിന്റെ അവകാശം. ആര് ഭരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, അവരെപ്പോഴാ വരുന്നത്? സന്ധ്യ കഴിഞ്ഞാലെത്തും. ദുർമന്ത്രവാദത്തിന് അവരെ വെല്ലാൻ ആരുമില്ല. നരകിച്ച് നരകിച്ച് പുഴു പിടയ്ക്കും പോലെ കിടന്ന് പിടയ്ക്കണം. അതെനിക്ക് കാണണം. കുമാരൻ രാത്രി പാല് കൊടുക്കുമ്പോൾ അതിൽ കലർത്തിയാൽ മതി. നേരം വെളുക്കുമ്പോൾ ശവം. തല പോകുന്ന കാര്യമാണേ. ഇപ്പൊ നമ്മൾ ഇരുവരും മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരാൾ കൂടി ഇതറിയും. നിങ്ങളുടെ അനന്തരവൻ. അവൾ സമ്മതിക്കുമോ എന്നാണ് ഒരു സംശയം. സമ്മതിപ്പിക്കണം. ആഭരണങ്ങളാണ്. പാല് നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ.
മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകായ നമഃ ശിവായ. ശിവായ ഗൗരീ വദനാബ്ജ വൃന്ദ സൂര്യായ ദക്ഷാധ്വരനാശനായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ. വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനര ലോചനായ തസ്മൈ വകാരായ നമഃ ശിവായ. യക്ഷസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. അവിടുന്ന് അടിയന് നൽകിയ ആദ്യത്തെ സന്താനമാണ് മണികണ്ഠൻ. ആ പൊന്നുമോൻ കിടക്കുന്നത് കണ്ടിട്ട് നെഞ്ചുരുകുന്നു. ഭഗവാനെ, അടിയന്റെ ജീവൻ എടുത്തിട്ടെങ്കിലും എന്റെ അയ്യപ്പനെ രക്ഷിക്കണേ. ജഗദീശ്വര, ഇല്ലെങ്കിൽ അടിയൻ ഇവിടം വിട്ടു പോവില്ല. ഭഗവാനെ, അമ്മേ, അമ്മേ, മോനെ, മോനെ മണികണ്ഠ, കുമാരൻ കണ്ണു തുറന്നു. കുമാരൻ കണ്ണു തുറന്നു. കുമാരൻ കണ്ണു തുറന്നു. ഭഗവാനെ, ഭക്തവത്സല, അവിടുന്ന് അടിയന്റെ വിളി കേട്ടല്ലോ. സാക്ഷാൽ കൈലാസനാഥനെ പൂജിക്കുന്ന നമുക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. പരമേശ്വര, പരമകാരുണിക, ശംഭോ മഹാദേവ. അച്ഛാ, മണികണ്ഠ, എന്റെ പൊന്നുണ്ണി. തിരുമേനി അറിഞ്ഞില്ല. കഥ കഴിഞ്ഞോ? കഥ കഴിയെ സുഖക്കേടൊക്കെ മാറി. മാറിയോ? എങ്ങനെ? ഇന്ന് കാലത്ത് കൊട്ടാരത്തിൽ ഒരു സന്യാസി വന്നു. അയാൾ അയ്യപ്പന്റെ ശരീരത്തെ എന്തോ മരുന്ന് പുരട്ടി. കണ്ണടച്ച് തുറക്കും മുമ്പ് ചെറുക്കൻ പണ്ടത്തേക്കാൾ ഉത്സാഹത്തോടെ മതി. അപ്പോ അതും ഫലിച്ചില്ല. കൊച്ചു തിരുവേനെ, അടിയങ്ങളെ രക്ഷിക്കണേ. അടിയങ്ങളുടെ സമ്പത്തല്ല ബാവരും കൂട്ടരും ചേർന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി. ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല.
മിടുക്കൻ. ഇതുവരെ നമ്മൾ ഇത്ര മിടുക്കുള്ള ഒരു ബാല്യക്കാരനെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരാണ്? എന്റെ പേര് മണികണ്ഠൻ. നമ്മള് കേട്ടിട്ടുണ്ട്, കൊള്ളക്കാരനായ ബാബർ. ബലേ ബേജ്. ബാബർ കൊള്ളയടിച്ചിട്ടില്ലേ? കൊല ചെയ്തിട്ടില്ലേ? എന്തിനു ചെയ്തെന്ന് ചോദിക്ക്. ഉദയനനും മറവും മാറി ചെയ്യിച്ച് ഈ നാട്ടിൽ ഇനി കൊള്ളയും കൊലയും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. കരിമലക്കോട്ടയിലെ കള്ള ഉദയനൻ, അവനോട് നമുക്ക് തീരാത്ത പകയുണ്ട്. അവനാണ് നമ്മുടെ വീടിനെ കൊന്നത്. പക്ഷേ ബാബർ അക്രമത്തെ അക്രമം കൊണ്ടല്ല നേരിടേണ്ടത്. ചിലപ്പോ വേണ്ടി വരും. വാളോങ്ങി വെട്ടാൻ വരുമ്പോ വാഴപ്പിണ്ടി കാട്ടിയാൽ മതിയോ? എങ്കിലും ചോരയ്ക്ക് ചോര എന്ന മനസ്സതി പാടില്ല. നിങ്ങളുടെ പുരാണങ്ങളില് ദൈവങ്ങൾ ദുഷ്ടന്മാരെ കൊന്ന കഥകളില്ലേ? ഹീനന്മാരായ ദുഷ്ടന്മാരെ കൊന്ന് ധർമ്മത്തെ രക്ഷിക്കാൻ ദൈവങ്ങൾക്ക് പോലെ ചെയ്യാമല്ലേ? കൊല്ലാതെ വിളിച്ചിരുത്തി വേദമോദിയാൽ മതിയായിരുന്നല്ലോ. വെട്ടാൻ പറഞ്ഞ പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല. ബാബർ, നിങ്ങളെപ്പറ്റി കേട്ടതൊക്കെ കെട്ടുകഥകൾ പോലെ തോന്നുന്നു. നമ്മൾ ഓരോരുത്തരെയും പറ്റി ആളുകൾ പലതും പറയും. നമ്മൾ മനഃശുദ്ധിയോടെ പടച്ചവനെ മുൻനിർത്തി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയുമാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ബാബരെ, ബാബർ ഇന്നു മുതൽ എന്റെ ചങ്ങാതിയാണ്. നമുക്ക് ഒന്നിച്ചു ചേരാം. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. സമയമാകുമ്പോൾ ആളെ അയക്കാം. പ്രഭു, ഇതെന്തൊരു അക്രമമാണ്. പടവയനോടൊപ്പം വാവർ നാട് കൊള്ള ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നു. കടുത്ത വാവരെയും കൂട്ടി ഇവിടേക്ക് വരുന്നെന്നോ? നാം എന്താണ് ഈ കേൾക്കുന്നത്? വാവർ, വാവർ. കടുത്തേ അടിയൻ പന്തളം പടനായകന്റെ അന്തസ്സിന് ചേർന്നതാണോ ഇത്? കൊച്ചുതമ്പുരാനെ കാണാനാണ് ബാവർ വന്നത്. കൊച്ചുതമ്പുരാന്റെ ചങ്ങാതിയാണ് ബാവർ. അപ്പൊ കൊള്ളക്കാരനായ വാവർ പടനായകന്റെയും കൂടി ചങ്ങാതിയാണല്ലേ? ഇത് ചതിയാണ്, വഞ്ചനയാണ്. നാട് കൊള്ളയടിക്കുകയായിരുന്നു മണികണ്ഠന്റെ ഉദ്ദേശം. ആദ്യം നമുക്ക് തകർക്കേണ്ടത് ഇയാളുടെ സംഘത്തെയാണ്. ഇയാളെ വിട്ടുകൂടാ. കൊള്ളക്കാരൻ എന്ന് പറയുന്ന ബാവർ എന്തെങ്കിലും അക്രമ പ്രവർത്തികൾ ചെയ്യുന്ന കണ്ടവരായി ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? കണ്ടിട്ടില്ലെങ്കിലും തെളിവുകളിൽ. എന്താണ് തെളിവ്? ഓളച്ചിറയിലെ കൊള്ളയും കൊലയും. അതുപോലെ തെളിവിന് ഉദയന്റെ സഹായത്തോടെ കൊള്ളയടിക്കപ്പെട്ട മുതൽ പങ്കിട്ടെടുത്ത കൃഷ്ണക്കുറുപ്പിന്റെ എല്ലാ സ്വത്തുമെടുത്ത് ബാവർ നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്താണെന്ന കാര്യം അറിയാമോ? പന്തളം രാജസ്ഥാനത്തോട് കൂറുള്ള മാടമ്പിയുടെ വീട് കൊള്ളയടിച്ചത് സേനാനായകൻ ന്യായീകരിക്കുന്നത് അത്ഭുതമായിരിക്കുന്നു. കടുത്തേ, അടിയൻ ഇവിടെ ജീവനും ധനത്തിനും രക്ഷയില്ലാതായിരിക്കുന്നു എന്ന സത്യം പടനായകനെ നാം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ശരിയാണോ? അടിയൻ തിരുവുള്ളക്കേടുണ്ടാകരുത്. ഈ നിൽക്കുന്ന ബാവർ രാജ്യവും ചെങ്കോലും പടയുമില്ലാതെ ഒറ്റയ്ക്കിറങ്ങി രാജ്യത്തിനു വേണ്ടി മറവപ്പടയെ എതിർത്തതിന് ലഭിച്ച പേരാണ് കൊള്ളക്കാരൻ ബാവർ. ബാവർ തെറ്റ് ചെയ്തിട്ടില്ല തിരുവേനി. സത്യവും ധർമ്മവും മുൻനിർത്തി ഹിന്ദുമത വിശ്വാസത്തോടെ രാജ്യം ഭരിക്കുന്നവരാണ് നമ്മളെന്ന് പടനായകൻ വിസ്മരിക്കരുത്. നമ്മളൊന്ന് ചോദിക്കട്ടെ. ബാവർക്ക് ചോദിക്കാം. ഈശ്വര എന്ന് വിളിക്കുന്ന ഹിന്ദുവും യഹോവയെ വിളിക്കുന്ന ക്രിസ്ത്യാനിയും അല്ലാ എന്ന് വിളിക്കുന്ന നമ്മളും മനുഷ്യരാണ്. ആചാരവിശ്വാസങ്ങൾ പലതാണെങ്കിൽ കൂടി നമ്മളെല്ലാം മനുഷ്യരാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മൾ ഭിന്നിച്ചു നിന്നാൽ എന്താണ് ലാഭം? പക്ഷേ ജാതി മതച്ചിനകൾ മറന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒന്നിച്ചു നിന്നാൽ ഉദയനെയും ചെങ്കോട്ടയിലെ മറവപ്പടയും നേരിടാൻ കഴിയും. അടിയൻ തിരുവുള്ളക്കേടുണ്ടാകരുത്. കൊള്ളക്കാരനും കൊലയാളിയുമായ വാവർ പറയുന്നത് നിർത്ത്. ഇനി നമ്മൾ അങ്ങനെ വിളിക്കരുത്. വിളിച്ചാൽ ബാവർ, രാജാധികാരത്തെ ആര് ചോദ്യം ചെയ്താലും നാം അത് പൊറുക്കില്ല. ക്ഷമിക്കണം തിരുമേനി. ഒന്നുകൂടി നമ്മൾ ചോദിക്കട്ടെ. ഒരുവൻ കല്യാണം കഴിച്ച പെണ്ണ് മാടമ്പിയുടെ വീട്ടിൽ ഉറങ്ങണമെന്ന് പറയുന്നവന്റെ കൈ നമ്മൾ വെട്ടി. അത് തെറ്റാണെന്ന് ആര് പറഞ്ഞാലും ഇനിയും നമ്മൾ അത് തന്നെ ചെയ്യും. അമ്പലങ്ങൾ ഇടിച്ചു പൊളിച്ചവന്റെ നെഞ്ചിൽ നമ്മൾ വാഴുവിനെ കുത്തിയിറക്കി. അത് കുറ്റമാണെങ്കിൽ ആ കുറ്റം നമ്മൾ ഇനിയും ചെയ്യും. കൊള്ളക്കാരിൽ നിന്ന് നമ്മുടെ പെങ്ങന്മാരുടെയും ഭാര്യമാരുടെയും മാനം രക്ഷിക്കാൻ ഒരു മാടമ്പിയും നമ്മൾ കണ്ടില്ല. അതിനെതിരായി വാളെടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങി. അതിന് എല്ലാരും കൂടി നമുക്ക് നൽകിയ പേരാണ് കൊള്ളക്കാരൻ ബാവർ. ബാവരെ പോലൊരു ധീരന്റെ സഹായം പന്തളം രാജസ്ഥാനത്തിന് എന്നും ആവശ്യമാണ് തിരുവേനി. ബാവരെ നാം മനസ്സിലാക്കുന്നു കടുത്തേ. ഈ രാജസ്ഥാനവും ഈ നാട്ടിലെ ജനങ്ങളും ബാവരെ ഒരിക്കലും വിസ്മരിക്കില്ല. നമ്മുടെ കൽബിൽ തൊട്ടാണയിട്ട് പറയുന്നു, നമ്മുടെ ഓരോ തുള്ളി ചോരയും നാടിന്റെ മാനം കാക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ നാട്ടിൽ
ഇന്നു മുതൽ ഒരു ശത്രുവും കാലെടുത്ത് കുത്താൻ പാടില്ല. ഇതൊരു ശപഥമായിരിക്കട്ടെ. കരിമലക്കോട്ടയും ചെങ്കോട്ടയിലെ മറവപ്പടയുമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പഞ്ചപാവമായല്ലോ. കാര്യങ്ങൾ ഈ വിധമായാൽ കൊച്ചുതമ്പുരാന്റെ ഭാവി എന്താണ്? മണികണ്ഠനല്ലേ മൂത്തത്? അവനല്ലേ രാജാവാകേണ്ടത്? ഇതാണ് അടിയൻ പറഞ്ഞത്, തമ്പുരാട്ടി പാവമാണെന്ന്. മണികണ്ഠൻ ആരാണ്? ഏത് കുലം? മാതാപിതാക്കളാര്? ഇതൊന്നും ആർക്കും അറിയില്ല. കാട്ടിൽ നിന്നും കിട്ടിയ ആ കുട്ടിയാണോ അതോ അവിടുത്തെ വയറ്റിൽ പിറന്ന കുഞ്ഞാണോ രാജ്യത്തിന് അവകാശിയാകേണ്ടത്? മണികണ്ഠനും എനിക്ക് മകനെ പോലെയാണ്. അടിയൻ കാട്ടു സ്വഭാവവും ഒന്നും ഇപ്പൊ കാണിച്ചില്ലെന്ന് വരും. രാജ്യാവകാശം കിട്ടട്ടെ, അപ്പ കാണാം ശരിക്കുള്ള സ്വഭാവം. അവിടുത്തെയും കൊച്ചുതമ്പുരാനെയും അടിച്ചിറക്കില്ലെന്ന് ആര് കണ്ടു? മണികണ്ഠൻ അങ്ങനെ ചെയ്യുമോ? തമ്പുരാട്ടി, പാമ്പിന്റെ കുഞ്ഞിനെയും നമുക്ക് കയ്യിലെടുത്ത് ഓമനിക്കാം. പക്ഷെ അത് വലുതായാൽ അതുപോലെ ഇപ്പൊ മണികണ്ഠൻ കുട്ടിയായതിനാൽ എല്ലാവർക്കും വാത്സല്യം തോന്നും. ഏതെങ്കിലും കാട്ടുജാതിക്കാരുടെയോ കൊള്ളക്കാരുടെയോ സന്താനമല്ലെന്ന് ആര് കണ്ടു? രാജ്യാവകാശം നൽകിക്കഴിഞ്ഞാൽ ശരിക്കുള്ള അച്ഛനമ്മമാർ വരാതിരിക്കുമോ? വന്നാൽ അവരോടോ തമ്പുരാട്ടിയോടോ കൂടുതൽ സ്നേഹം കാണിക്കുക. അതിനിപ്പോൾ തമ്പുരാൻ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? തമ്പുരാൻ തീരുമാനിച്ചാലും നടപ്പിലാകാതിരുന്നാൽ പോരെ? എങ്ങനെ? അടിയൻ പറയുന്നത് പോലെ ചെയ്യാവോ? എങ്കിൽ മണികണ്ഠനെ ഇവിടെ നിന്നും പുറത്താക്കുന്ന കാര്യം അടിയൻ ഏറ്റു. ഞാൻ എന്താണ് വേണ്ടത്? ഒന്ന് മാത്രം ചെയ്താൽ മതി. ഇത് ചെവി അറിയില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അടിയൻ എല്ലാം ശരിയായിക്കൊള്ളാം. നാം എരിമേലിയിൽ ഒന്നിക്കണം. പന്തളത്തു നിന്നും കടുത്തയും ആൾക്കാരും ഉണ്ടാവും. നമ്മളും ആൾക്കാരും എന്തിനും തയ്യാറായി നിൽപ്പുണ്ട്. ഈ യുദ്ധം നന്മയും തിന്മയും തമ്മിലായിരിക്കണം. ഈ ധർമ്മയുദ്ധത്തിൽ എന്തും ഉപേക്ഷിക്കാൻ നാം സന്നദ്ധരായിരിക്കണം. ജനിച്ചാൽ മരണമുണ്ട്. ആ മരണം ജനിച്ച നാടിന്റെ മാനം കാക്കാൻ വേണ്ടി ആയിക്കോട്ടെ. ഇത് നമ്മുടെ ഉമ്മയാണ്. ഈ ഉമ്മയ്ക്ക് വേണ്ടി നാളെ ഇവിടെ പെറ്റുവീഴുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കരിമലക്കോട്ടയിലേക്ക് പട നയിക്കും. നമ്മൾ ജയിക്കും. നമ്മൾ ഈ നാടിനെ രക്ഷിക്കും. കൊച്ചു തിരുമേനി, അമ്മറാണിക്ക് കലശലായ അസുഖം. ഉടൻ ചെല്ലാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എരിമേലിയിൽ കാണാം. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, അയ്യോ തമ്പുരാട്ടിയുടെ രോഗശാന്തിക്ക് പുലിപ്പാൽ തന്നെ വേണമെന്നാണ് വൈദ്യൻ വിധിച്ചത്. അമ്മയുടെ അസുഖം മാറാൻ പുലിപ്പാലാണ് ആവശ്യമെങ്കിൽ അത് ഉടൻ കൊണ്ടുവരണം. ഉണ്ണി, ഈറ്റപ്പുലിയെ പിടിച്ച് അതിന്റെ പാൽ കറന്നെടുക്കാൻ മനുഷ്യനാൽ സാധ്യമാണോ? സാധ്യമാണ് അച്ഛാ, ഞാൻ പോയി കൊണ്ടുവരാം. ഉണ്ണി, പുലിപ്പാൽ സമ്പാദിക്കാൻ കൊടും കാട്ടിലേക്ക് നീ പോവുകയോ? അച്ഛാ, ഞാൻ രാജകുമാരനല്ലേ. കാടെന്നും കാട്ടുമൃഗങ്ങളെന്നും കേട്ടാൽ പേടിച്ചൊളിക്കുന്നവൻ ഭീരുവാണ്. രാജ്യം ഭരിക്കേണ്ടവൻ ഭീരുവാകാൻ പാടില്ല. നീ നിർബന്ധം പിടിക്കാതെ. ഇത് നിർബന്ധമല്ല, നിശ്ചയമാണ് അച്ഛാ. ദൈവനിശ്ചയം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ മന്ത്രി. കുമാരന്റെ അകമ്പടിക്കായി അഭ്യാസികളും ധീരന്മാരുമായിട്ടുള്ള ഭടന്മാരുണ്ടായിരിക്കണം. ഉത്തരവ്. അച്ഛാ, ആളകമ്പടിയോടുകൂടി കാട്ടിലെത്തിയാൽ പുലികൾ ഓടിപ്പോവില്ലേ? കുമാരൻ പറയുന്നതാണ് ശരി. അച്ഛാ, എന്നെ അനുഗ്രഹിക്കൂ. ഈ അനുഗ്രഹം മാത്രം മതി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ. ഉണ്ണി, ഉണ്ണിക്ക് ഒരാപത്തും വരാതിരിക്കട്ടെ.
തത്ര ഗദാശ്വ ബഹവസ്താപസാ ഭക്തിശാലിനഃ ചക്രീരേ വിധിനാ ഭക്ത്യാ ഭൂതനാഥസ്യ പൂജനം ദൂരേ പഞ്ചദ്വയേ ദേവയോജനായാം തു തത്രതഃ രമേ പർവത ശൃംഗാഗ്രേ താപസാശ്ച തപോബലാൽ കൃത്വാ തൽപൂജനം തത്ര തോഷ്ടസ്തേ മുനയഃ സദാ. ഓം നമഃ ശിവായ നമഃ. ഓം നമഃ ശിവായ നമഃ. ജന്മദുഃഖത്തെ തീർത്തരുളുന്ന ധർമ്മശാസ്താവായുള്ളവനെ അങ്ങ് പ്രസാദിക്കണം. മഹിഷീമത ഭാരത്താൽ നിരാശ്രയരായി തീർന്ന അടിയങ്ങളെ അങ്ങ് കാത്തരുളയണം. ഓം നമസ്തേ ഭഗവതേ നമോ നാരായണായതേ. ഓം നമസ്തേ ഭഗവതേ സർവജ്ഞായ നമോ നമഃ. ഘോര സംസാരാർണവസ്യ താരകായ നമോ നമഃ. താരക ബ്രഹ്മരൂപായ ഭൂതനാഥയതേ നമഃ. അങ്ങയുടെ ആഗ്രഹങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു. മഹിഷിയുടെ ദുർമതം തീർത്ത് അങ്ങയ്ക്ക് സ്വർഗലോകം ഞാൻ നൽകുന്നുണ്ട്. ആര് നീ? മഹിഷിയുടെ മുന്നിൽ വന്ന് വണങ്ങാത്ത നീ ആരാണ്? നിന്റെ അഹങ്കാരം ചവിപ്പിക്കാത്തിയവൻ. മായാജാലങ്ങൾ കാണിക്കാതെ ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാ. എഴുന്നേൽക്കൂ.
ഭഗവാനെ, അടിയന് ശാപമോക്ഷം തന്നരുളിയ ധർമ്മശാസ്താവെ അനുഗ്രഹിച്ചാലും. അവിടുത്തെ ശക്തിയായി തന്നെ അടിയന് സ്വീകരിച്ചാലും. ഈ ജന്മം ഞാൻ ബ്രഹ്മചാരിത്വം അവലംബിച്ചിരിക്കുന്നു. ആകയാൽ ദേവപൂജിതയായി ഞാൻ ഇരിക്കുന്നിടത്തു നിന്നും അല്പമകലെയായി സ്ഥിതി ചെയ്യുക. മാളികപ്പുറത്ത് അമ്മയായി ഭക്തജനങ്ങളാൽ നീ ബഹുമാനിതയാകട്ടെ. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. നീ ദേവകാര്യം സാധിച്ചിരിക്കുന്നു. എങ്കിലും നിന്നാൽ കൃതമാകേണ്ട അനവധി കാര്യങ്ങൾ ഇനിയുമുണ്ട്. നിന്നെ കാണാതെ ദുഃഖിതനായി കഴിയുന്നു ഭക്തനും ദയാലുവുമായ പന്തളാധീശനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ ദുഃഖശാന്തിക്കായി വേദാന്ത തത്വങ്ങൾ ഉപദേശിക്കുക. നീ പുലിപ്പാൽ അന്വേഷിച്ചു വന്നതാണ്. വേഗം പുറപ്പെടും. ദേവസ്ത്രീകളെല്ലാം പെൺപുലികളായും ദേവന്മാർ അവയുടെ കുട്ടികളായും ഭവിക്കും. ദേവേന്ദ്രൻ മഹാവ്യാഘ്രമായി വന്ന് നിനക്ക് വാഹനമാണ്. അയ്യപ്പ, പൊന്നുണ്ണി, അമ്മയോട് ക്ഷമിക്കൂ. നിന്റെ ചതിയിൽ കൊല്ലാൻ നിന്റെ അമ്മയും കൂട്ടുനിന്നു. അത് അമ്മയുടെ തെറ്റല്ല. പ്രഭു, അടിയനെ കൊന്നുകൊള്ളു. ദുരാഗ്രഹം കൊണ്ട് തമ്പുരാട്ടി ഇതിനെല്ലാം പ്രേരിപ്പിച്ചത് അടിയനാണ്. ദുഷ്ടജന്തുക്കൾ കൂടെ ഇരുന്നിട്ട് ചെവി കടിക്കുന്ന ഈ പരീക്ഷകളെ ആരോടെ? അച്ഛാ, അരുത്. തെറ്റ് തെറ്റാണെന്നറിഞ്ഞ് മാപ്പിരക്കുന്നവരെ ശിക്ഷിക്കരുത്. ഇവരുടെ വഞ്ചന ദേവകാര്യാർത്ഥമായി സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൽ പാപമില്ല. എന്നിരുന്നാലും ധർമ്മമാർഗഭ്രംശകങ്ങളായ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുവാൻ ആരും ആഗ്രഹിക്കരുത്. വിശ്വാസവഞ്ചനയോളം വലുതായ പാപം വേറെയില്ല. രാജധാനിയിലെ എന്റെ നിവാസം ദേവകാര്യാർത്ഥമായിരുന്നുവെന്ന് ഗ്രഹിക്കണം. അങ്ങേക്ക് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. മണിയണ്ട, കുമാര, രാജൻ, മഹാമുനി വന്നാലും ആസനസ്ഥനായാലും ധന്യോസ്മി. മഹാമുനി, പന്തളം രാജസ്ഥാനത്തിന്റെ ഭാഗ്യദീപമായി വന്ന മണികണ്ഠൻ ആരെന്ന് ഇത്ര നാളും നാം അറിഞ്ഞിട്ടില്ല. അവിടുന്ന് അരുളി ചെയ്ത് അതറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. രാജൻ, എല്ലാം വിശദമായി തന്നെ പറയാം. താപസശ്രേഷ്ഠ, എന്റെ മകൻ മണികണ്ഠൻ ഇപ്പോഴെവിടെയാണെന്ന് കൂടി പറഞ്ഞ് എന്നെ ധന്യനാക്കിയാലും. അങ്ങ് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? താരക ബ്രഹ്മ മാഹാത്മ്യങ്ങളെല്ലാം അങ്ങ് ഗ്രഹിച്ചിട്ടുണ്ടല്ലോ. മണികണ്ഠൻ പറഞ്ഞതൊക്കെ രാജൻ അങ്ങ് മറന്നുപോയോ? എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മൂർത്തിയാണ് മണികണ്ഠൻ. കാലദേശങ്ങളോ നാമരൂപങ്ങളോ ഇല്ലാതെ സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. ത്രിമൂർത്തികളുടെ അംശമായ ധർമ്മശാസ്താവിന്റെ അവതാരമാണ് മണികണ്ഠൻ. മഹാരാജാവേ, നാം തമ്മിൽ പിരിയുന്നു എന്ന് വിചാരിച്ച് ഒട്ടും തന്നെ മനസ്താപം ഉണ്ടാകരുത്. ഞാൻ എന്നും അങ്ങയുടെ ഹൃദയത്തിലും അങ്ങയുടെ മന്ദിരത്തിലും നിറഞ്ഞു നിൽക്കും. പമ്പാനദിയുടെ പൂർവോത്തര പ്രദേശത്ത് നീലപർവ്വതത്തിൽ അമോഘമായ തപശക്തിയോടുകൂടി ശബരി എന്ന തപസ്വിനി എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പർവ്വതത്തിന്റെ സ്ഥാനപ്രദേശങ്ങളിൽ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് എന്നെ പ്രതിഷ്ഠിച്ചുകൊള്ളുക. ദേഹികൾക്കുള്ള ദേഹമാണ് എന്റെ ആലയം. അതിനുള്ളിൽ ദേഹികളും ഞാൻ തന്നെ. എന്റെ പ്രതിഷ്ഠയുടെ പൂർവ്വഭാഗത്തായി 18 കൽപ്പടികൾ വയ്പ്പിക്കുക. പഞ്ചേന്ദ്രിയങ്ങൾ, അഷ്ടരാഗങ്ങൾ, ത്രിഗുണങ്ങൾ, വിദ്യ,
അവിദ്യ ഇങ്ങനെ എന്റെ തത്വസോപാനങ്ങളായ 18 പടികൾ കടന്നു വേണം എന്റെ വിഗ്രഹം കണ്ടെത്തുവാൻ. എന്റെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് തക്കതായ സ്ഥലം അറിയുന്നതിലേക്ക് ഞാനൊരു ശരം അയക്കുന്നു. ഈ ശരം ചെന്ന് പതിക്കുന്ന സ്ഥലം എന്റെ ക്ഷേത്ര നിർമ്മിതിക്ക് ഏറ്റവും ഉത്തമമാണ്. എന്നെ പൂജിക്കേണ്ട വിധം അഗസ്ത്യ മഹർഷി അങ്ങേക്ക് ഉപദേശിക്കും. രാജൻ, സഹസ്രനാമവും അഷ്ടോത്തര ശതനാമാവലിയും കവചവും സ്തോത്രവും രഹസ്യ ലഘുപൂജയും നാം അങ്ങേക്ക് ഉപദേശിക്കുന്നുണ്ട്. പ്രതിഷ്ഠാസമയം നാം അവിടെ എത്തിക്കൊള്ളും. അവനെ വകവരുത്താതെ ഇനി നമുക്ക് വിശ്രമം. കേളു, ഇക്ബാൽ, മുസാഫിർ, നമ്മുടെ ആൾക്കാരെ വേഗം തയ്യാറാക്കൂ. കരിമലക്കോട്ട ഇടിച്ച് തകർക്കണം. ആ ശൈത്താനെ വാൾ കൊണ്ട് വെട്ടി നുറുക്കി കാറ്റിൽ പറത്തണം. പോ, എവരും പോ. കോട്ട കൊള്ളയടിക്കാൻ വരുന്നു. കോട്ടവാതിൽക്കൽ ശക്തമായ ചെറുത്തുനിൽപ്പ് ഏർപ്പെടുത്തും. നമ്മ ആட்கள் കോട്ടവാസലുக்கு പുറപ്പെടുങ്ങൾ. നമ്മുടെ വീടിനെ കൊന്ന നിന്നെ നമ്മൾ വെട്ടി നുറുക്കിച്ചേ ഇവിടുന്ന് പോകൂ.
നമ്മളെ ചതിച്ചു. വാവർ യാത്ര പറയുന്നു. പന്തളത്ത് ചെന്ന് മണികണ്ഠനെ കാണണം. നമ്മുടെ കടമ നമ്മൾ നിറവേറ്റിയെന്ന് ആ സ്നേഹവത്സനോട് പറയണം. അവസാനമായി നമ്മള് ചങ്ങാതിയെ അന്വേഷിച്ചെന്നും പറയണം. നമ്മൾ പോണത് സംതൃപ്തിയോടെയാണ് കേളൂ. നമുക്ക് സന്തോഷമായി സന്തോഷമായി. വരൂ ബാബ. ബാബ എന്റെ കൂടെ വരുന്നില്ലേ? ഇല്ല, നമ്മൾ വരുന്നില്ല. അങ്ങയുടെ തത്വസോപാനങ്ങളായ 18 പടികൾക്ക് കാവലായി എന്നും ഇവിടെ തന്നെ നിൽക്കും. എന്റെ തത്വസോപാനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന വാവരെ എന്റെ ഭക്തന്മാർ എന്നും വണങ്ങട്ടെ. എന്റെ നടയിലെത്തുന്ന ഭക്തർ ധീരനായ ഒരു രാജ്യസ്നേഹിയെ എന്നും ഓർമ്മിക്കട്ടെ. തിന്മയെ നശിപ്പിച്ച് നന്മയെ വളർത്തുന്നതിന് ജാതിയും മതവും നോക്കാതെ ധീരനായി നിന്ന വാവർ മാനവ ഹൃദയക്ഷേത്രത്തിൽ എന്നും കുടികൊള്ളട്ടെ. ശബരിഗിരീശ ശ്രീമണികണ്ഠ ശരണം താവക ചരണം. ശബരിഗിരീശ ശ്രീമണികണ്ഠ ശരണം താവക ചരണം. ശരണം വിളിയുമായി മല കയറുമീ അഗതികൾക്ക് അഭയം നീയേ. ശരണം വിളിയുമായി മല കയറുമീ അഗതികൾക്ക് അഭയം നീയേ. അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ ശരണം അയ്യപ്പ, അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ ശരണം അയ്യപ്പ.
മണമേറ്റു വരുമ്പോ നെഞ്ചിലെ തുടി കൊട്ടി നെയ്യിലെ നടൽ മുക്കി കർപ്പൂര മണമേറ്റു വരുമ്പോ അഭിഷേകങ്ങൾ കൊള്ളേണം ഈ അല്ലലിൻ ഭാരം തീർക്കേണം പമ്പാസാനം ശയ്യപ്പ ശരണത്തിയാലേ ശരണം നയ്യപ്പ 18 പടിയെ ശരണം നയ്യപ്പ